ജിം ഫ്ലോറിൽ കയറുമ്പോൾ മിക്കവരും ഫോളോ ചെയ്യുന്ന ഒരു കോമൺ മിസ്റ്റേക്കാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങളും ഈ ഒരു മിസ്റ്റേക്ക് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ സ്റ്റോപ്പ് ചെയ്യുക. നമ്മളൊരു ബിസിനസ്മാൻ ആണെങ്കിലും ഏതെങ്കിലും സ്പെസിഫിക് അത്ലറ്റിക് ഈവൻറ്റിന് തയ്യാറെടുക്കുന്ന വ്യക്തിയാണെങ്കിലും സ്പോർട്സ് ഫീൽഡിലേക്ക് തയ്യാറെടുക്കുന്ന വ്യക്തിയാണെങ്കിലും ആ ഒരു ഫീൽഡിൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്ലാൻ എന്തായാലും നമുക്ക് വേണം. എന്നാൽ മാത്രമേ ആ സ്പെസിഫിക് ഫീൽഡിൽ നമുക്ക് ഗ്രോത്ത് ലഭിക്കുകയുള്ളൂ. അതേ രീതിയിൽ തന്നെയാണ് നിങ്ങൾ ജിം ഫ്ലോറിൽ കയറുമ്പോഴും നിങ്ങൾ ഫോളോ ചെയ്യുന്ന വർക്കൗട്ട് സ്പ്ലിറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ലൊരു അവയർനെസ് ഉണ്ടായിരിക്കണം. പലതരത്തിലുള്ള വർക്കൗട്ട് സ്പ്ലിറ്റ് ഉണ്ട്. ഫുൾ ബോഡി വർക്കൗട്ട് ഉണ്ട്, പുഷ് പുൾ ലെഗ് ഉണ്ട്, അപ്പർ ബോഡി ലോവർ ബോഡി ഉണ്ട്, ബ്രോ സ്പ്ലിറ്റ്സ് ഉണ്ട്. ഏത് വർക്കൗട്ട് സ്പ്ലിറ്റ് ഫോളോ ചെയ്താലും നിങ്ങൾക്ക് നല്ല രീതിയിൽ റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു വർക്കൗട്ട് സ്പ്ലിറ്റ് മാത്രം ഫോളോ ചെയ്താൽ റിസൾട്ട് ലഭിക്കത്തുള്ളൂ എന്നൊന്നുമില്ല. ഏത് വർക്കൗട്ട് സ്പ്ലിറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് നല്ല രീതിയിൽ റിക്കവറിയും നല്ല രീതിയിൽ നിങ്ങൾ ന്യൂട്രീഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല രീതിയിൽ റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾ ജിം ഫ്ലോറിൽ കയറുമ്പോൾ ഞാൻ പറയുന്ന മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും നല്ലപോലെ ട്രാക്ക് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ ഫോളോ ചെയ്യുന്ന വർക്കൗട്ട് പ്ലാൻ നല്ലപോലെ നിങ്ങൾ ട്രാക്ക് ചെയ്യുക. ഓരോ മസിൽ ഗ്രൂപ്പിനും എത്ര എക്സസൈസ് വേരിയേഷനാണോ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് അതിനെ നല്ലപോലെ നിങ്ങൾ ട്രാക്ക് ചെയ്യണം. ഓരോ എക്സസൈസിൻ്റെയും പ്രോഗ്രസീവ് ഓവർലോഡ് നല്ലപോലെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തും കൊണ്ടുപോവുക. ഇതേ രീതിയിൽ നിങ്ങൾ ലോങ് ടൈമിൽ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ആ ഒരു ട്രെയിനിങ് പ്രോസസ്സ് തന്നെ നല്ലപോലെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനും പറ്റുന്നതായിരിക്കും. ഈ ഒരു ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്യുക. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. അത് സ്റ്റോറി ആയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇതേ ഇൻസ്റ്റാഗ്രാം പേജിൽ തന്നെ.